ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. പുലർച്ചെ 3-ന് നട തുറന്ന് ആദ്യ മണിക്കൂറിൽ 9480 പേർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗിലൂടെ 635 പേരാണ് ദർശനം നടത്തിയത്. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. പക്ഷേ അപ്പോഴും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പുലർച്ചെ 3-ന് നട തുറന്ന ആദ്യ മണിക്കൂറിൽ തന്നെ 9480 പേരാണ് ദർശനം നടത്തിയത്. അത്രയധികം തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ തിരക്ക് തന്നെയായിരുന്നു. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ കണ്ട ആ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമല്ല നിലവിലുള്ളത്. നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ശബരിമലയിൽ സന്നിധാനത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. സന്നിധാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്നിപ്പോൾ സ്പോട്ട് ബുക്കിംഗിലൂടെ 635 പേരാണ് ദർശനം നടത്തിയത്. ഇത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോഴും കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ തിരക്കുകൾ നിയന്ത്രിച്ച് ശബരിമലയിൽ ഭക്തർക്ക് അയ്യപ്പനെ തൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രവീൺ. എന്തായാലും തിരക്ക് കാര്യമായി തന്നെയുണ്ട്. ഈ ഒരു മണിക്കൂറിൽ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. 9480 പേർ പുലർച്ചെ നട തുറന്നതിന് ശേഷം ഈ ഒരു മണിക്കൂർ കൊണ്ട് ആദ്യ മണിക്കൂറിൽ ദർശനം നടത്തി. എന്തായാലും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി തന്നെയാണ്. ഭക്തർക്ക് സുഗമമായി തന്നെ ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഗുഡ് മോർണിംഗ്. അതെ, ശബരിമലയിൽ ഇന്നും തിരക്ക് തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ആദ്യം കാണാം. 18-ാം പടിക്ക് താഴെ ഉള്ള തിരക്കാണിത്. അതിന് തൊട്ടുപുറകിൽ ഈ വലിയ നടപ്പന്തലിൽ നിന്നും ഭക്തർ കയറി വന്ന ശേഷം പോലീസ് അവിടെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഭക്തർ അവർ 18-ാം പടി ചവിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും തൊട്ടു പുറകിൽ കാണുന്ന അവിടെ നിർത്തിയിരിക്കുന്ന ഭക്തരെ മല ചവിട്ടാൻ അനുവദിക്കുക. ഇന്ന് ആദ്യ മണിക്കൂറിൽ തന്നെ നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 3-ന് തന്നെ മേൽശാന്തി നട തുറന്നു. ആ മണിക്കൂറിൽ 4160 പേരാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച കണക്ക് പ്രകാരം ദർശനം നടത്തിയിട്ടുള്ളത്. 4 മണി മുതൽ 5 മണി വരെ 3957 പേരും 5 മണി മുതൽ 6 മണി വരെ 3654 പേരും ദർശനം നടത്തി കഴിഞ്ഞു. ശരാശരി 1 മിനിറ്റിൽ 66 പേർ ഇപ്പോൾ 18-ാം പടി ചവിട്ടി കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡൊക്കെ പറഞ്ഞിരുന്നത് അത് 80 മുതൽ 85 വരെയൊക്കെ ആക്കുമെന്ന് പറഞ്ഞിരുന്നു. അതായത് 1 മിനിറ്റിൽ 18-ാം പടി ചവിട്ടി കയറുന്ന ഭക്തരുടെ എണ്ണം എത്ര കൂടുന്നോ അത്രയധികം ഭക്തർ നാം ഒരു ദിവസത്തെ കണക്കെടുക്കുമ്പോൾ കൂടുതലായി സന്നിധാനത്തേക്ക് ദർശനത്തിന് അല്ലെങ്കിൽ അവർക്ക് ദർശനം നടത്താൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇപ്പോൾ ശരാശരി അല്പം കുറവാണ്, 66 മാത്രമാണ് ഉള്ളത്. ഇന്നലെ ഏകദേശം 95,000-ഓളം പേർ ദർശനം നടത്തി കഴിഞ്ഞു. പുലർച്ചെ 3 മുതൽ വൈകിട്ട് 11 മണി വരെയുള്ള ആ കണക്ക് പ്രകാരമാണിത്. അതിന് തൊട്ട് തലേ ദിവസം 1,00,000-ലധികം പേർ ദർശനം നടത്തിയിരുന്നു. അതായത് മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ച് ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയത് മിനിഞ്ഞാന്നായിരുന്നു. ഇന്നലെ പക്ഷേ 1,00,000-ലേക്ക് എത്തിയിട്ടില്ല, 95,000 മാത്രമാണ്. ഇന്നും ഈ സ്പോട്ട് ബുക്കിംഗ് 5,000 മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞ ഒരു കാര്യം, അതായത് എരുമേലിയിൽ കൂടി ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം അത് അനുവദിക്കാനുള്ള ഒരു സാഹചര്യം നോക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഇവിടുത്തെ തിരക്ക് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ഈ സ്പോട്ട് ബുക്കിംഗ് എത്രമാത്രം ഉയർത്തണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. കാരണം ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ട ദിവസം, വലിയ തിക്കും തിരക്കും ഒക്കെ അനുഭവപ്പെട്ട ദിവസം, അന്ന് 20,000 സ്പോട്ട് ബുക്കിംഗ് അനുവദനീയമായിരുന്നു. പക്ഷേ 32,000-ഓളം പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ മാത്രം സന്നിധാനത്തേക്ക് എത്തിയതാണ് വലിയ തിക്കും നിരക്കും ഉണ്ടാകാൻ കാരണം. അന്ന് പോലീസിന് അല്പസമയത്തേക്ക് തിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. ശേഷമാണ് ഈ അവലോകന യോഗമൊക്കെ ചേർന്ന് ഈ സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി നിജപ്പെടുത്തിയത്. ഏതായാലും ഇന്നും ഈ സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി തന്നെ നിജപ്പെടുത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ ഇവിടുത്തെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് 5,000 എന്നുള്ളത് കൂട്ടണമോ എന്ന് തീരുമാനിക്കും. അങ്ങനെയാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ ശ്രീകോവിലിന് സമീപത്തെ തിരക്ക് കാണാൻ സാധിക്കും. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് പുലർച്ചെ 3-ന് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്നത്. ഇനി വരും മണിക്കൂറിലും ഭക്തജന തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയാണ്. പതിവ് പോലെ ഇന്നും ഇതര സംസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് സന്നിധാനത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.